എൻ്റെ അവതാരങ്ങൾ കേട്ടോളൂ, പാടിക്കോളൂ, ആനന്ദമനുഭവിച്ചോളൂ എന്ന് ഭഗവാൻ പറയുന്നത് പോലെ ഈ ഇടവെട്ടിയിൽ ധന്വന്തരി മൂർത്തിയായി ശ്രീകൃഷ്ണ സ്വാമിയായി നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാന്റെ അവതാര കഥകൾ കേട്ട് തൃപ്തി വരാതെ നാദി തൃപ്യതി മേ ചിത്തം സുചിരം താപതാപിതം എന്നാണ്. പരീക്ഷിത്ത് പറയുകയാണ്, അങ്ങ് ഈ ഭഗവാന്റെ കൂർമാവതാര കഥ ഇത്ര ചുരുക്കി പറഞ്ഞാൽ പോരല്ലോ. തത്രാഭിദേവ സംഭൂത്യാം വൈരാജസ്യാഭവൽ സുത അജിതോ നാമ ഭഗവാൻ അംശേന ജഗതപതി. ഭഗവാൻ അജിതനായി അവതരിച്ചു എന്നും ആ പയോധിയെ പാൽക്കടലിനെ മഥനം ചെയ്തു എന്നും ദേവന്മാർക്ക് അമൃതു കൊടുത്തുവെന്നും ആ സന്ദർഭത്തിൽ ഭഗവാൻ ഭ്രമമാണോംഭസിധൃത കൂർമ്മരൂപേണ മന്ദര, ആ മന്ദരപർവ്വതത്തെ കടകോലാക്കി മാറ്റിയപ്പോൾ അത് പാൽക്കടലിലേക്ക് താണുപോയപ്പോൾ കൂർമ്മരൂപമെടുത്തു എന്നും പറഞ്ഞു നിർത്തിയപ്പോഴാണ് പറഞ്ഞത്, കുറച്ചുകൂടി വിസ്തരിച്ച് കേൾക്കണം. നാതി തൃപ്യതിമേ ചിത്തം, എൻ്റെ മനസ്സിന് തൃപ്തി വരുന്നില്ല, വിസ്തരിച്ചു പറഞ്ഞു തരണേ എന്ന് പറഞ്ഞപ്പോൾ ആ കഥ പറഞ്ഞു. ഭഗവാൻ ആമയായും അജിതനായും ആ ആയുർവേദത്തിൻ്റെ ആചാര്യനായ ധന്വന്തരിയായും അതിസുന്ദരിയായ മോഹിനിയായും അവതരിച്ച അത്ഭുതകരമായ പാലാഴി മഥന കഥ. ദുർവാസസിന്റെ ശാപം കൊണ്ട് ഐശ്വര്യം നഷ്ടപ്പെട്ട ദേവന്മാര് ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, നിങ്ങൾക്ക് ജരാനരകൾ മാറണമെങ്കിൽ ആരെ ആരാധിക്കണം? ജനാർദ്ദനനെ ആരാധിക്കണം. ജരാനരകൾ ഇല്ലാത്തവനെ ആരാധിക്കണം. ഉള്ള ആളുടെ അടുത്ത് പോയിട്ട് എൻ്റെ ജരാനരകൾ മാറ്റിത്തരാൻ പറഞ്ഞാൽ എനിക്ക് തന്നെ ഇത് മാറ്റാൻ പറ്റണില്ല, പിന്നെ എന്ത് ചെയ്യും എന്ന് പറയില്ലേ? അപ്പൊ പിന്നെ എന്ത് ചെയ്യാം? ആ അജനായിരിക്കുന്ന അജിതനായിരിക്കുന്ന ഭഗവാനെ ആശ്രയിക്കാം. പാൽക്കടലിന്റെ തീരത്ത് പോയി അവര് അതിഗംഭീരമായി സ്തുതിച്ചപ്പോൾ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. സഹസ്രാർക്കോദയദ്യുതി, 1000 ഉദയസൂര്യപ്രഭയിൽ. അപ്പൊ ഭഗവാനെ കാണാൻ പറ്റൂ. ഒരു ഉദയസൂര്യനാണെങ്കിൽ തന്നെ നമുക്ക് വേണ്ട പോലെ കാണാൻ പറ്റണില്ല. ഇത് 1000 ഉദയസൂര്യന്മാർ ഒരുമിച്ച് വന്നതുപോലെ വന്നാൽ അവർക്ക് അവരെ തന്നെ കാണാൻ പറ്റാതെയായി. അപ്പൊ ഭഗവാൻ തൻ്റെ പ്രഭയൊന്ന് കുറച്ചു, തൻ്റെ പ്രഭാവം അവരുടെ മുമ്പിലൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും ഭഗവാനെ ഗംഭീരായിട്ട് സ്തുതിക്കുന്ന ബ്രഹ്മാവ് പറഞ്ഞു, വിധൽ സ്വശം നോദിജ ദേവമന്ത്രം. ഞങ്ങൾക്കൊക്കെ സുഖമുണ്ടാവാൻ പാകത്തിന് വേണ്ടത് ചെയ്യണം. കിം വാ വിദാമേശ പൃഥക് വിഭാത. വേറെ എന്താ പറയുക? അത്രേ പറയാനുള്ളൂ. ഭഗവാന്റെ അടുത്ത് പോയിട്ട് എന്താ പ്രാർത്ഥിക്കേണ്ടത്? എല്ലാവർക്കും സുഖം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കാറാവുക. അങ്ങനെ ഒരു മാറ്റം നമ്മളിൽ ഉണ്ടാവണം എന്നാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു എന്ന് തോന്നുന്നു, ഗുരുവായൂരപ്പനെ തൊഴാൻ പോകുമ്പോൾ അവിടെയുള്ള കാവക്കാർ നമ്മളോട് പറയും, തൊഴുതു മാറൂ. നമുക്ക് വലിയ ഇഷ്ടമൊന്നും ആവാറില്ല, കാരണം തൊഴാൻ വേണ്ടി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ. പക്ഷേ ആ കാവക്കാർ പീതാംബരധാരികളായിരിക്കുന്ന അവര്, പീതാംബരധാരിയായിരിക്കുന്ന ഭഗവാന്റെ പാർഷദന്മാരല്ലേ, അവർ വെറുതെ എന്തെങ്കിലും പറയുമോ? ആലോചിച്ചപ്പോൾ മറുപടി പെട്ടെന്ന് കിട്ടി. ഭഗവാൻ തന്നെ ഉള്ളിൽ അനുഗ്രഹിച്ചും കൊണ്ട് പറഞ്ഞു, അത് ഞാൻ പറയണത് തന്നെയാ. അപ്പൊ തൊഴുതു മാറണമെന്ന് ഭഗവാൻ എന്താ അത്ര നിർബന്ധം? നിങ്ങൾ ഇത്ര കാലമായില്ലേ തൊഴുതു തുടങ്ങിയിട്ട്, എന്നിട്ട് എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങളിൽ ഉണ്ടാവണുണ്ടോ എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. അപ്പൊ തൊഴുതു മാറണം, കേട്ടു മാറണം, പറഞ്ഞു മാറണം, നമുക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാവണം. മാറ്റമില്ലാതെ എന്താ ഇതിങ്ങനെ കേട്ടിട്ട് കാര്യമുള്ളത്? മാറ്റം ഉണ്ടാവും കുറെ കേട്ടാൽ സ്വാഭാവികമായിട്ടും. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവണം. അതുകൊണ്ട് ഇവിടെ ആ ഭഗവാൻ ബ്രഹ്മാവിൻ്റെ സ്തുതിയൊക്കെ കേട്ടിട്ട് പറഞ്ഞു, ഞാൻ പറയണത് കേട്ടാൽ നിങ്ങൾക്ക് എല്ലാം വേണ്ടതുപോലെയാവും. ഭഗവാൻ പറയണത് കേൾക്കേ വേണ്ടൂ. ഭഗവാൻ പറയുന്നതാണ് ഭാഗവതം മുഴുവൻ. അതിലുള്ളത് ജീവിതവ്രതമാക്കി കഴിഞ്ഞാൽ ഒരു ദുഃഖവും അനുഭവിക്കേണ്ടി വരില്ല. എപ്പോഴും ആനന്ദം അനുഭവിക്കാൻ സാധിക്കും. ഭാഗവതോത്തമന്മാരായിട്ടുള്ള ആളുകൾ നമ്മൾ പറയാറുണ്ട്, എന്തൊരു തേജസ്സാ അദ്ദേഹത്തിന് എന്നൊക്കെ ചില ആളുകളെ കാണുമ്പോൾ അല്ലേ, അവര് മനുഷ്യരെക്കാൾ ഒരുപടി മുകളിലാണ് എന്ന് നമുക്ക് തോന്നാറുണ്ട്. അപ്പൊ ഇതേപോലെ ആ തേജസ് എങ്ങനെ ഉണ്ടായതാണ്? ഈ ആനന്ദം കൊണ്ടുണ്ടായത്. അവർ എല്ലാത്തിനെയും സമഭാവനയോടുകൂടി കാണുന്നു. അപ്പൊ ഇവിടെ ഭഗവാൻ പറഞ്ഞു, ഞാൻ പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് സുഖം ഉണ്ടാവും.
നാരദ അവിടെ ആ ദേവേന്ദ്രൻ പറഞ്ഞു, നാഗലോകാധിപനായിരിക്കുന്ന ദേവേന്ദ്രൻ പറഞ്ഞു, അവിടുന്ന് എന്ത് പറഞ്ഞാലും കേൾക്കാം. ഞങ്ങളിതാ അസുരപ്പട ഞങ്ങളെ തോൽപ്പിച്ച് ഓടിച്ചു, ഞങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാണ്ടായി. ആ ദുർവാസസ് ശപിച്ചപ്പോഴാണ് ഇതൊക്കെ ഉണ്ടായത്. ഭഗവാൻ ചിരിക്കുക. ദുർവാസസിനെ കൊണ്ട് ശപിപ്പിച്ചതും ഭഗവാൻ തന്നെ. ഭഗവാന്റെ സങ്കല്പമാണ്. കാരണം ഇവർക്ക് ഈ സുഖലോലുപതയിൽ ഇങ്ങനെ ഇരുന്ന് ദേവന്മാർക്ക് കുറച്ച് പണിയെടുക്കട്ടെ, അങ്ങനെ പണിയെടുത്ത കർമ്മം ചെയ്യട്ടെ, അങ്ങനെ ധർമാനുസാരിയായി കർമ്മം ചെയ്താൽ, എന്നെ മാത്രം ആശ്രയിച്ചാൽ അവർക്ക് വേണ്ട ഫലം ഞാൻ കൊടുക്കാം. ദേവന്മാർക്ക് മാത്രമല്ല, ലോകത്തിന് മുഴുവൻ ഭഗവാൻ പറഞ്ഞു തരുന്ന വലിയൊരു ഉപദേശമാണത്. നിങ്ങൾ കർമ്മം ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് ഫലം തരാം. എന്താണോ നിങ്ങൾക്ക് അർഹതപ്പെട്ടത് അതേ കിട്ടുള്ളൂ. അങ്ങനെയാണ് അല്ലേ? അർഹതയുള്ളതേ കിട്ടുള്ളൂ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് യോജിച്ചതായിട്ടുള്ള ഫലം അത് ഭഗവാൻ തരും എന്ന് ഉറപ്പിച്ചാൽ ഏത് ഫലത്തിലും സന്തോഷം ഉണ്ടാവുകയും ചെയ്യും. യദൃച്ഛാലാഭസംതൃപ്തി എന്നാണ് പറയുക. ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ എത്രയോ കാലം ഭഗവാനെ ഭജിച്ചും കൊണ്ടേയിരിക്കണം. അപ്പോ അത്തരത്തിൽ ഭഗവാന്റെ ആ ദിവ്യമായ സ്വരൂപത്തെ കണ്ടുകൊണ്ട് ഭഗവാന്റെ വാക്കുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ദേവന്മാരിൽ നിന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ ആരെ പേടിച്ചാണോ ഇങ്ങടെ ഓടി വന്നത് ആ അസുരന്മാരുമായി, ആ ബലിയുമായി സഖ്യം ചെയ്തോളൂ. എന്നിട്ട് പാൽക്കടലിനെ പതനം ചെയ്തോളൂ. മന്ദരപർവ്വതത്തെ കടകോലാക്കിക്കോളൂ. വാസുകിയെ കയറാക്കിക്കോളൂ. നിങ്ങളെപ്പോൾ ആവശ്യമുണ്ടെങ്കിലും എന്നെ മനസ്സിൽ വിചാരിച്ചോളൂ, ഞാൻ അവിടെ എത്താം. ഇതൊരു സന്തോഷമാണ് നമുക്ക്, അല്ലേ? നമ്മൾ മറ്റുള്ള ആളുകളൊക്കെ പറയുമ്പോൾ നമുക്കത് ശരിയാണെന്ന് തോന്നും. ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ, ഞാൻ വരാം, ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ഇപ്പം ചില ശുപാർശയ്ക്കൊക്കെ പോകുമ്പോൾ ചില മന്ത്രിമാരോ അല്ലെങ്കിൽ MLA-മാരൊക്കെ പറയും, ഇത് ഞാൻ പറഞ്ഞ് അവിടെ പോയി പറഞ്ഞാൽ മതി, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചോളൂ, ഞാൻ വരാം. അവരൊക്കെ പറയണത് ചിലപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാവും. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാൻ പറഞ്ഞ കൃത്യമാണെന്ന് പിന്നെ കാണിക്കുകയാണ്. ബലിയുടെ അടുത്ത് പോയി ബലി സന്തോഷപൂർവം അതിനെ അംഗീകരിച്ചു. ഞങ്ങൾ വരാം. തൻ്റെ ഒപ്പമുള്ള ആളുകളെയൊക്കെ വിളിച്ച് അവരോടൊക്കെ ചോദിച്ചു. അവർ പറഞ്ഞു, നമുക്ക് പോവാം, ദേവന്മാരെ സഹായിക്കണമെങ്കിൽ നമുക്കിപ്പോൾ ശക്തിയുള്ള കാലമാണല്ലോ, നമുക്ക് സഹായിക്കാം. അസുരന്മാർക്ക് ശക്തിയും ദേവന്മാർക്ക് ഭക്തിയുമാണ്. ദേവപ്പടയുടെ ഇരട്ടിയുണ്ട് അസുരന്മാരെന്നാണ് പറയുക. 33 കോടി ദേവന്മാർ. പക്ഷെ അതിൻ്റെ ഇരട്ടിയുള്ള അസുരന്മാരുടെ സഹായം വേണ്ടി വന്നു അവർക്ക്. അങ്ങനെ അവർ തീർച്ചപ്പെടുത്തി മന്ദരപർവ്വതത്തെ ഉയർത്തി അതിനെ എടുത്ത് കടകോലാക്കാൻ പാൽക്കടലിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും കുറച്ചൊരു അഹങ്കാരം വന്നു. ഉടനെ തന്നെ ആ മന്ദരപർവ്വതം താഴെ വീണു. ഭഗവാനെ വിചാരിച്ചു. ഭഗവാൻ വന്നു. നിരവധിയായിരിക്കുന്ന ദേവന്മാർക്കും അസുരന്മാർക്കും ഈ മന്ദരപർവ്വതം താഴെ വീണപ്പോൾ പരിക്കുപറ്റി. അവരെയൊക്കെ ഭഗവാൻ ഈക്ഷയാ ജീവയാമാസ, ഒരൊറ്റ നോട്ടം കൊണ്ട് ജീവിപ്പിച്ചു. നിർജ്ജരാൻ നിർവ്രണാൻ യഥാ. അപ്പൊ എങ്ങനെ ഭഗവാൻ ഇത് സാധിച്ചു? അങ്ങനെയാണെങ്കിൽ ഭഗവാന് അല്ലേ ഈക്ഷയാ അമൃതവരുഷിണ്യ, അമൃതവരുഷിണിയായി നോട്ടം കൊണ്ട് ആളുകളെയൊക്കെ ജീവിപ്പിക്കുന്ന ഭഗവാന് ജരാനരകളില്ലാതെയാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ഒന്ന് നോക്കിയാൽ മതി. പക്ഷേ ഭഗവാൻ വിചാരിച്ചു, ഞാൻ നോക്കിയാൽ മാത്രം പോരാ, ഇവരും കൂടി അതിനുവേണ്ടി ചില പ്രവർത്തനങ്ങൾ ചെയ്യണം. ഇതാണ് ഭഗവാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഭഗവാൻ ഇവർക്ക് പറ്റണില്ല എന്ന് മനസ്സിലായപ്പോൾ വേഗം ഏകഹസ്തേന ലീലയ, ഒറ്റ കൈ കൊണ്ട് ഉയർത്തി പാൽക്കടലിൻ്റെ നടുവിൽ കൊണ്ടുപോയി വെച്ചു. ഇനി മഥനം ആരംഭിക്കാം. അങ്ങനെ ദേവന്മാരും അസുരന്മാരും വന്നു. ഭഗവാൻ ആദ്യം തന്നെ എത്തി. ആദ്യം തന്നെ പാമ്പിൻ്റെ തലപിടിച്ചു. ദേവന്മാരും ഭഗവാനോടുകൂടി തലപിടിച്ചു. അസുരന്മാർ വന്ന് പറഞ്ഞു, അയ്യയ്യോ, ഞങ്ങൾ ഈ പുച്ഛം പിടിക്കുന്ന ആളുകളല്ല. ഒരു പുച്ഛം അവരുടെ മുഖത്ത് തന്നെയുണ്ട്. ഇനിയിപ്പോൾ വേറൊരു പുച്ഛം വേണ്ട എന്നാണ്. അപ്പോൾ പുച്ഛം പിടിക്കുന്ന ആളുകളല്ല ഞങ്ങൾ ആരാണ്? ഞങ്ങൾ കേമന്മാരായിട്ടുള്ള അസുരന്മാരാണ്. ഞങ്ങൾ എന്തേ പിടിക്കുള്ളൂ? തലയെ പിടിക്കുള്ളൂ. ഭഗവാൻ പറഞ്ഞു, എന്നാൽ തല പിടിച്ചോളൂ. ആദ്യം ദേവന്മാർ വാല് പിടിച്ചാൽ ഈ അസുര സ്വഭാവമുള്ള ആളുകൾ എന്ത് പറയും? എന്നാൽ ഞങ്ങൾ വാല് പിടിച്ചോളാം, ഈ വലിയ തലയൊന്നും പിടിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഇങ്ങനെയാണ് നമ്മുടെ ഉള്ളിലുള്ള അസുര സ്വഭാവം. കിട്ടുന്നത് കൊണ്ട് സന്തോഷമാവില്ല, അപ്പുറത്തെയാണ് കേമം തോന്നും. ഇതേപോലെ അവിടെ അസുരന്മാർ പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ തല പിടിച്ചോളൂ.
നിങ്ങൾ തല പിടിച്ചോളൂ. പതുക്കെ ഭഗവാൻ ഉള്ളിൽ വിചാരിച്ചു, നിങ്ങൾ പുലിവാല് പിടിച്ചോളൂ. പാമ്പിൻ്റെ തല നിങ്ങൾ പിടിച്ചോളൂ, പാമ്പിൻ്റെ വാല് പിടിച്ചോളും, പുലിവാല് നിങ്ങളും പിടിച്ചോളൂ. പുലിവാല് പിടിച്ചാൽ എങ്ങനെയാ? പുലിയുടെ വാല് അങ്ങോട്ട് പിടിച്ചു, വാല് വിടാനും നിവൃത്തിയില്ല, ആ ഒരവസ്ഥയാണ്. അപ്പം ഇതേപോലെ തന്നെ വാല് വിടാൻ പറ്റാത്ത അവസ്ഥയിലായി അസുരന്മാർ. മഥനം ആരംഭിച്ചു. മന്ദരപർവ്വതം താഴേക്ക് പോണു. ഭഗവാൻ കാര്യം മനസ്സിലായി. ദേവന്മാർ ഭഗവാനെ വിളിച്ച് കരഞ്ഞു. പിന്നെ മന്ദരപർവ്വതം ഉയർന്നുയർന്നു വരുന്നതാണ് എല്ലാവരും കണ്ടത്. അത് ഭഗവാന്റെ അനുഗ്രഹമാണ് എന്ന് ആദ്യമൊന്നും മനസ്സിലായില്ല. കാരണം ഭഗവാൻ വെള്ളത്തിനടിയിൽ 1,00,000 യോജന വിസ്താരമുള്ള കൂർമ്മമായി അവതരിച്ചു കഴിഞ്ഞു. ദേവന്മാരെ അനുഗ്രഹിച്ചു. അസുരന്മാർക്കൊന്നും മനസ്സിലായില്ല. ഭഗവാനോ ഈ മന്ദരപർവ്വതം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ വളരെ നല്ല സുഖം. കാരണം എന്താ? സുരാസുരേന്ദ്രൈർഭുജവീര്യവേപിതം പരിഭ്രമന്തം ഗിരിമംഗപൃഷ്ഠത ബിഭ്രത്തദാവർത്തനമാദിഗച്ഛപോ മേനേങ്ക കണ്ടൂയനമപ്രമേയ. ഭഗവാന് പുറത്ത് ചൊറിച്ചിൽ വന്നപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞപ്പോൾ നല്ല സുഖമായി ഇത്രേ. പുറത്തൊക്കെ ചൊറിച്ചിൽ വന്നാൽ നമ്മൾ ചില മരം തേടി പോവും, അല്ലെങ്കിൽ ചുമര് തേടി പോവും, കൈ അങ്ങോട്ട് എത്തണില്ല. അപ്പം എന്താ ചെയ്യുക? നല്ല നീളമുള്ള കൈയുള്ള ആളുകൾക്ക് കുഴപ്പമില്ല, കൈയിന് അത്ര നീളമില്ല. പേരൊക്കെ തടി കണ്ടിട്ട് ആളുകൾ ആജാനബാഹു എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അവർക്ക് അറിയാഞ്ഞിട്ടാണ് ഈ ആജാനബാഹു എന്ന് പറഞ്ഞ മുട്ടുവരെ നീളമുള്ള കൈ വേണം. അപ്പോഴാണ് പുറത്തൊക്കെ മാന്താൻ പറ്റുക. ഇത് പറ്റിയില്ലെങ്കിലോ? അപ്പോൾ പിന്നെ ചുമരിൻ്റെ അടുത്തൊക്കെ പോവുക. അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ട്. കൈയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പിടിച്ച് മാന്താം. പൗണ്ട്രകൻ കൈ വെച്ച് ഉണ്ടാക്കിയ പോലെ കൈ പോലൊരു സാധനം, അത് മാന്താൻ വേണ്ടിയിട്ട്. ഏതായാലും ഭഗവാന്റെ ചൊറിച്ചിലൊക്കെ മാറി. ദേവന്മാരും അസുരന്മാരും മഥനം തുടങ്ങി. ആ പാമ്പിൽ നിന്ന് അഹീന്ദ്ര സാഹസ്ര കഠോര ദൃങ്മുഖ ശ്വാസാഗ്നിധൂമാഹത വർച്ചസോസുര, അതിഭയങ്കരമായ ചുട്ടുകാറ്റ്, വിഷക്കാറ്റ് പുറത്തേക്ക് വരാൻ തുടങ്ങി. അസുരന്മാർക്ക് തോന്നി വാല് പിടിച്ചാൽ മതിയായിരുന്നു. അവരെത്ര സുഖമായിട്ടാണ് നിൽക്കണത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനി മാറി പിടിക്കാൻ നിവൃത്തിയില്ല. ഏതായാലും കാത്തിരിക്കുക തന്നെ എന്ന് വിചാരിച്ചു നിൽക്കുമ്പോൾ മഥനത്തിന് ആരെങ്കിലും ഒരു സഹായം ഉണ്ടെങ്കിൽ നന്നായി എന്ന് വിചാരിച്ചപ്പോൾ യഥാസുധാ നജായേത, അമൃത് വരാതെയായപ്പോൾ ആ അമൃതസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ അവിടെ അജിതനായി അവതരിച്ച് മഥനമേറ്റെടുത്തു. ഭഗവാൻ മഥനം തുടങ്ങിയതോടുകൂടി കാര്യം മാറി. പിന്നെ ആ പാൽക്കടലിലുള്ള മുതലകള്, തിമിംഗിലങ്ങള്, മകരമത്സ്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭ്രമിച്ചോടാൻ തുടങ്ങി. പെട്ടെന്ന് ആദ്യം തന്നെ പുറത്തേക്ക് വന്നത് ഹാലാഹലം എന്നുള്ള വിഷം. ഭഗവാൻ ദേവേന്ദ്രനോട് അപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, ഒന്നിലും ലോഭം കാണിക്കരുത്, കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കണം. ചിലത് അസുഖകരമായിരിക്കും, ചിലത് സുഖകരമാവും, രണ്ടിനെയും ഒരുപോലെ കാണണം. എന്നെ വിളിച്ച് കരഞ്ഞോളൂ, പ്രാർത്ഥിച്ചോളൂ, ഞാൻ വരാം. ഇപ്പോൾ മഹാദേവനെ വിളിച്ച് പ്രാർത്ഥിച്ചു. മഹാദേവൻ അവിടെ വിഷപ്പാമ്പുകളെ തൻ്റെ മാലയായി അണിച്ചിട്ടുള്ള ആ മഹാദേവനോട് ഭഗവാൻ പറഞ്ഞു, അങ്ങ് പൊക്കോളൂ, ഞാൻ എല്ലാ തവണയും ഞാൻ വേണ്ട, നമ്മൾ തമ്മിലൊന്നും വ്യത്യാസമില്ലല്ലോ. അപ്പോൾ പിന്നെ മഹാദേവൻ വിചാരിച്ചു, എന്നാൽ ഞാൻ തന്നെ പോയേക്കാം. തദ്വീക്ഷ്യ വ്യസനം ദാസാം കൃപയാ ഭൃഷപീഡിത സർവഭൂത സുഹൃദ്ദേവ ഇതമാഹ സതീം പ്രിയാം. തൻ്റെ പ്രിയയുടെ അടുത്ത് മഹാദേവൻ പറഞ്ഞു, അതേ ഞാനേ അവിടെ ഭഗവാന്റെ സങ്കല്പം അനുസരിച്ചിട്ടേ പാലാഴി മഥനം നടക്കുന്നുണ്ട്. ഹലാഹല വിഷം ഉണ്ടായി എന്നാണ് പറയണത്. ഞാൻ ചെന്ന് അതൊന്ന് കഴിച്ചിട്ട് വരാം. അപ്പം എല്ലാവർക്കും സന്തോഷമാവും. എല്ലാവരും സന്തോഷിച്ചാൽ ഭഗവാൻ സന്തോഷിക്കും, ഇല്ലേ? അതുകൊണ്ട് ഭഗവാൻ സന്തോഷിച്ചാൽ എല്ലാവരും സന്തോഷിക്കും. എല്ലാവർക്കും സന്തോഷമായാൽ ഭഗവാനും സന്തോഷമാവും. അങ്ങനെ ഭഗവാൻ സന്തോഷിക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷമല്ലേ? ഞാൻ പോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ദേവി പറഞ്ഞു, ശരി പൊക്കോളൂ. ഒരാൾ വിഷം കഴിക്കാൻ പോകുമ്പോൾ ഭാര്യ പറയുക പൊക്കോളൂ എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണെന്ന് ആലോചിക്കേണ്ട. കാരണം ആ ഭഗവാന്റെ പ്രഭാവമറിയുന്ന ദേവി, പ്രഭാവജ്ഞാന്വമോദത എന്നാണ്. പൊക്കോളൂ, അങ്ങക്കൊന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പുണ്ട് പാർവതി ദേവിക്ക്. കാരണം ഭഗവാന്റെ സങ്കല്പം നടപ്പാക്കാൻ പോവുകയാണ്. ഭഗവാൻ കാത്തോളും. അങ്ങനെ ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മഹാദേവൻ, നീലവർണ്ണന്റെ അനുഗ്രഹം കൊണ്ട് മഹാദേവൻ നീലകണ്ഠനായി മാറി. ഹാലാഹലം കഴിച്ചപ്പോൾ കഴുത്ത് മാത്രം നീല നിറം. ഭഗവാനെ തൊഴുത് മഹാദേവൻ ആ കച്ഛപമൂർത്തിയെ നമസ്കരിച്ചു.
ആമയായി അവതരിച്ച് അമരന്മാരുടെ ആമയം തീക്കുന്ന ആനന്ദസ്വരൂപനെ വേണ്ട പോലെ വന്ദിച്ച് മഹാദേവൻ അദ്രിപതിയായിരിക്കുന്ന അദ്രിജാപതിയായിരിക്കുന്ന ഭഗവാൻ അവിടുന്ന് നേരെ കൈലാസത്തിലേക്ക് പോയി. വീണ്ടും മഥനം തുടങ്ങി. കാമധേനു ഉണ്ടായി, ഋഷീശ്വരന്മാർക്ക് കൊടുത്തു. ഉച്ചൈശ്രവസ് എന്ന കുതിര മഹാബലിക്ക്, ഐരാവതം എന്ന 4 കൊമ്പൻ ആന അതിനെ നേരെ സ്വർഗത്തിലേക്ക്, കൗസ്തുഭം എന്ന രത്നം ഭഗവാന്റെ കണ്ഠത്തിലേക്ക്, പാരിജാതം സ്വർഗത്തിലേക്ക്, അപ്സര സ്ത്രീകൾ സ്വർഗത്തിലേക്ക് ഭഗവാനൊക്കെ വേണ്ടതുപോലെ വീതിച്ചു. അത് കഴിഞ്ഞപ്പോൾ അപ്സര സ്ത്രീകൾക്കൊരു സൗന്ദര്യം അതുണ്ടോ സംശയം. ഉടനെ തന്നെ ഭഗവാൻ ലക്ഷ്മി ഭഗവതിയെ വിളിച്ചു, വന്നോളൂ. അവിടെ രമാദേവി ഭഗവത്പര വിദ്യുൽ സൗദാമിനീയഥ, ഒരു മിന്നൽ പോലെ അതിസുന്ദരിയായി ആ ഭഗവതി അവിടെ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഭഗവതി പ്രത്യക്ഷപ്പെട്ടപ്പോഴോ ആ കാന്തിയിൽ എല്ലാവരും മോഹിച്ചുപോയി എന്ന് പറയുന്നു. സസുരാസുരമാനവ, എല്ലാവരുടെയും മോഹം എന്താ? ഈ ദേവിയെ ഭാര്യയാക്കണം. ഇവളുടെ ഭർത്താവായാൽ സമ്പത്തിൻ്റെ ദേവിയാണ്. ഈ സമ്പത്തൊക്കെ സംരക്ഷിക്കാൻ പറ്റിയ ആൾ വേണ്ടേ ഭർത്താവായിട്ട്? അതാണ് ദേവി ആലോചിച്ചത്. ദേവിയുടെ കയ്യിൽ വരണമാല്യമുണ്ട്. ഇതൊന്ന് നമ്മുടെ കഴുത്തിൽ വീണാൽ നന്നായി, ആ വരണമാല്യം എൻ്റെ കഴുത്തിൽ വരണം എന്നാണ് മോഹം. അങ്ങനെ മോഹിച്ചു നിൽക്കുക. അപ്പോഴേക്കും ദേവേന്ദ്രൻ വലിയൊരു സിംഹാസനം കൊണ്ടുവന്ന് കൊടുത്തു ദേവിക്ക് ഇരിക്കാനായിട്ട്. ദേവേന്ദ്രനെ ഒന്ന് നോക്കി, ഒന്നിനും കൊള്ളില്ല, ഒരുപാട് ദോഷങ്ങളുണ്ട്. സിംഹാസനമൊക്കെ കൊണ്ടുവന്നിട്ടു, നന്നായി. അതിൻ്റെ മുകളിൽ ലക്ഷ്മി ഭഗവതി ഇരുന്നു. പിന്നെ അഭിഷേകമായി, പാട്ടുപാടലായി, നൃത്തം വയ്ക്കലായി. സാക്ഷാൽ സമുദ്രദേവൻ വിശേഷമായിട്ടുള്ള 2 മഞ്ഞപ്പട്ടാണ് കൊണ്ടുകൊടുത്തത്. എന്താ? മകളുടെ വിവാഹമല്ലേ, വിവാഹം കഴിക്കാൻ പോണത് ആരെയാ? വരുണന് നല്ലോണം അറിയാം. അതാരെയാണ്? ഇവിടെ തൻ്റെ മകൾ ആരെ വിവാഹം കഴിയും? ഒരു കരുണനെ, കരുണാസാഗരനെ വിവാഹം ചെയ്യുള്ളൂ. പാലാഴിയിൽ നിന്ന് ഉയർന്നു പൊങ്ങിയ പാലാഴി മങ്ക കരുണാസാഗരത്തിലേക്ക്, ഒന്ന് പാൽക്കടലാണെങ്കിൽ മറ്റൊന്ന് കൃപയുടെ കടലാണ്, അതിലേക്കേ പോവുള്ളൂ, ഉറപ്പാണ്. അതുകൊണ്ട് 2 മഞ്ഞപ്പട്ട്, മഞ്ഞപ്പട്ടുടുത്ത് നിൽക്കുന്ന വരന് മഞ്ഞപ്പട്ടുടുത്ത വധു വേണം. അതാണ് പുതിയ പരിഷ്കാരം എന്നാണ് നമ്മൾ വിചാരിച്ചേക്കുന്നത്, അന്നേയുണ്ട്. അങ്ങനെ തയ്യാറായി. അതേപോലെ വിശ്വകർമാവ് ഭൂഷണങ്ങൾ കൊടുത്തു. തന്നെയുമല്ല, ആ വൈജയന്തി മാല, വരുണൻ, സമുദ്രം മഞ്ഞപ്പട്ട്, സരസ്വതി മനോഹരമായിട്ടുള്ള ഒരു ഹാരം, കുണ്ടലങ്ങൾ, നാഗങ്ങൾ കൊണ്ടു കൊടുത്തു. എല്ലാം ഭംഗിയായി. അങ്ങനെ ദേവി അന്വേഷിച്ച് നടന്നപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ദോഷമുണ്ട്, ദോഷമില്ലാത്തവനെ മാത്രം വിവാഹം കഴിക്കാം എന്ന് തീർച്ചപ്പെടുത്തി. ആയുസ്സുള്ള ആൾക്ക് സൗന്ദര്യമില്ല, സൗന്ദര്യമുള്ള ആൾക്ക് ആയുസ്സില്ല, ആയുസ്സും സൗന്ദര്യവും കൂടിയ ആൾക്ക് അയാളുടെ സ്വഭാവം നന്നല്ല. ഇനി ഇത് 3ഉം ഉണ്ടെങ്കിൽ ഒട്ടും തന്നെ അയാൾക്ക് താല്പര്യമില്ല ഇതിൽ. അങ്ങനെ ഉദാസീനന്മാരായിട്ടുള്ള ആളുകൾ ഇതൊന്നും പറ്റില്ല. എങ്കിൽ ആരാണ് നല്ലത് എന്ന് അന്വേഷിച്ചപ്പോൾ കണ്ടെത്തി. ആരെയാ? ആ കടലിൻ്റെ തീരത്ത് മഞ്ഞപ്പട്ടുടുത്ത് നിൽക്കുന്ന കാർമേഘവർണ്ണനെ. തൻ്റെ കയ്യിലുണ്ടായിരുന്ന വരണമാല്യം അണിയിച്ചു. ഭഗവാൻ പറഞ്ഞു, ദാ ഇവിടെ ഇരുന്നോളൂ. ഇവിടെ ഇപ്പോഴത്തെ കാലത്ത് ആളുകളൊക്കെ പറയും, എൻ്റെ ഇവിടെയാണ് നീ, എൻ്റെ ഹൃദയത്തിലാണ് നീ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഭഗവാൻ ആ ഹൃദയ പീഠികയിൽ സ്ഥാനം കൊടുത്ത് അനുഗ്രഹിച്ചു. എൻ്റെ ഭക്തന്മാർ വരുമ്പോൾ അവർക്ക് ആ സമ്പത്ത് ദേവി കൊടുക്കണം. അത് ഞാൻ ഓരോരുത്തരെയും ദേവിയുടെ അടുത്തേക്ക് കൊണ്ടുവരണതിനനുസരിച്ച് അതിന് ഭാഗത്തിന് കൊടുക്കണം. ദേവി പറഞ്ഞു, ശരി. ഇതുകൊണ്ടാണത്രേ സാക്ഷാൽ സുദാമാവ് വന്നപ്പോൾ ഭഗവാൻ എന്താ ചെയ്തത്? മാറത്തുണ്മയോടു ചേർത്തു ഗാഠം പുണർന്നു. ദേവിക്ക് മനസ്സിലായി, ഞാനിരിക്കുന്ന സ്ഥലത്തേക്ക് ചേർത്ത് പിടിച്ചുവെങ്കിൽ എനിക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഈ ശ്രീദാമാവിന് കൊടുത്തോളൂ എന്നാണ്. ഏതായാലും അവിടെ ആ വിവാഹം നടന്നു. വെളുത്ത പെൺകുട്ടിയുടെ വിവാഹം നടന്നു. അതുവരെ വെളുപ്പിനഴക് എന്ന് പാടി നടന്നിരുന്ന അസുരന്മാർക്ക് മനസ്സിലായി, വെളുപ്പിനഴക് ഇപ്പം ഒരു കറുപ്പിനഴകിൻ്റെ കൂടെ പോയി. ഇനിയിപ്പോൾ എന്തു ചെയ്യാം? ഇനി കാത്തു നിൽക്കുക. വീണ്ടും മഥനം തുടങ്ങിയപ്പോൾ അതാ വരുന്നു കറുപ്പിനഴക്. അഥാസിൽ വാരുണീ ദേവി കന്യാ കമലലോചന. നേരത്തെ കമലയാണ് വന്നതെങ്കിൽ
ഇപ്പോൾ കമലലോചനയാണ് വന്നത്. ആ താമരപ്പൂവിനെ പോലെ നീണ്ടിടംപെട്ട കണ്ണുകളോടൊക്കെ കൂടി ഒരു പെൺകുട്ടി, കയ്യിലൊരു പാത്രമുണ്ട്. അസുരന്മാരെ അന്നേ വിചാരിച്ചു ഇതാണ് അമൃത്. ഇന്നും അസുരന്മാർ വിചാരിച്ചു കൊണ്ടിരിക്കുന്നു ഇതാണ് അമൃത്. അത് അമൃതല്ല, അത് മദ്യമാണ്, വാരുണീ മദ്യം. ഭഗവാനോട് ചോദിച്ചു കൊണ്ടുപോട്ടെ. അത് നിങ്ങൾക്കുള്ളതാണ്, കൊണ്ടുകൊള്ളാൻ പറഞ്ഞു ഭഗവാൻ. ഹരേരനുമതേനതേ. അവര് ഇതാണ് അമൃത് എന്ന് വിചാരിച്ച് ഭഗവാന്റെ കയ്യിൽ നിന്നും ആ ഭഗവതിയുടെ കയ്യിൽ നിന്നും, ഏതാ ഭഗവതി? വാരുണീ ദേവി. ആ ദേവിയുടെ കയ്യിൽ നിന്നും ഈ അമൃതകലശം എന്ന് വിചാരിച്ച് വാരുണീ മദ്യം തട്ടിപ്പറിച്ച് അവിടുന്ന് പോയി. ഭഗവാൻ നോക്കി, ദേവന്മാരുടെ മുഖത്ത് നോക്കി, നിങ്ങളൊന്നും വിഷമിക്കേണ്ട, ഒക്കെ ഭംഗിയാക്കി തരാം. ഭഗവാൻ അവിടെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴോ അവരിത് കുറേശ്ശെ കഴിക്കാൻ തുടങ്ങി. കഴിച്ചപ്പോൾ തരക്കേടില്ല. നമ്മൾ ഇതേവരെ കാണാത്ത സാധനമാണ് കേട്ടോ ഈ അമൃത്. കുറച്ച് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നല്ല സുഖമാണെന്നാണ് അന്നത്തെ അസുരന്മാരും പറയണത്, ഇന്നത്തെ അസുരന്മാരും പറയണത്. ഒന്ന് കഴിച്ചു നോക്കൂ. ഈ വാരുണ്യദേവിയുടെ ഭക്തന്മാരെന്താ ചെയ്യാന്നറിയോ? അവര് അമ്പലത്തിലേക്കൊന്നും കൊണ്ടുപോവില്ല. ആദ്യം തന്നെ നമ്മളെ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് പറയും, അതെ നല്ലൊരു അമൃത് കിട്ടിയിട്ടുണ്ട്, കുറച്ച് കഴിച്ചു നോക്കണോ? ഞങ്ങളുടെ ദേവിയുടെ തീർത്ഥാണ്. ഞാൻ കഴിക്കില്ല. അങ്ങനെയല്ല, കുറച്ച് കഴിച്ചു നോക്കൂ, ഇതുകൊണ്ടൊന്നും സംഭവിക്കാൻ പാടില്ല, ഇത്തിരി കഴിച്ചു നോക്കൂ. ഇങ്ങനെയാണ് ഈ ഭക്തന്മാരെ ഇവര് ചാക്കിട്ട് പിടിക്കുക. അങ്ങനെ ആദ്യം അയാളിൽ നിന്ന് കുറച്ച് കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ തോന്നും എനിക്ക് തന്നെ ഇത് കുറച്ച് കഴിക്കണം തോന്നുന്നുണ്ട്. കയ്യിൽ കാശുണ്ടോ? അല്ലാണ്ട് ഇപ്പം ഇനി വെറുതെ ഒന്നും കിട്ടില്ല എന്നാണ്. സാധാരണ അമ്പലത്തിൽ പോയി തീർത്ഥം സേവിക്കണ പോലെ അങ്ങനെ കൈ കാണിച്ചാൽ കിട്ടണതല്ല ഇത്. കയ്യിൽ എന്തെങ്കിലും സാധനം അങ്ങോട്ട് ദക്ഷിണ കൊടുക്കണം, എന്നാലേ കിട്ടുള്ളൂ. അപ്പം അമ്പലമൊക്കെ ഞാൻ കാണിച്ചു തരാം, എൻ്റെ കൂടെ പോന്നാൽ മതി. അങ്ങനെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകും. അമ്പലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, റോഡിൻ്റെ വശത്ത് കറുത്ത ബോർഡിൽ വെളുത്ത അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവും വാരുണീ ദേവിയുടെ ക്ഷേത്രം. അവിടുത്തെ പ്രത്യേകത എന്താ? വളരെ അടുക്കും ചിട്ടയുള്ള ആളുകളാണ്. അങ്ങനെ എങ്ങനെയൊന്നും വർത്താനമൊന്നും പറയില്ല. വരിയായിട്ട് നിൽക്കും, ശ്രദ്ധയോടുകൂടി പ്രസാദം വാങ്ങും. അവിടെ 2 കൈയും നീട്ടി വാങ്ങും. ഇത് താഴെ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കും. നമ്മൾ തീർത്ഥം വാങ്ങുമ്പോൾ താഴത്ത് പോയാലൊന്നും കുഴപ്പമില്ല. ഇത് അങ്ങനെയല്ല, താഴത്ത് പോവാതെ ആദ്യം തന്നെ ദക്ഷിണ കൊടുക്കും. അത് കഴിഞ്ഞ് തീർത്ഥം വാങ്ങും. ചില ആളുകൾ അവിടെ തന്നെ ഇരുന്ന് കഴിക്കും. അവിടെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോകും. അങ്ങനെയൊക്കെയുള്ള കുഴപ്പമുണ്ട്. അപ്പം അതുകൊണ്ട് ആരും അറിയാതെ, എന്നാലും കഴിക്കാതിരിക്കാൻ നിവൃത്തിയില്ല, കാലത്ത് നിർമാല്യത്തിന് തന്നെ ആളുകൾ എത്തും. അതാണ് പ്രത്യേകത. നമ്മുടെ അമ്പലത്തിലൊക്കെ ചിലപ്പോൾ ഉച്ചയാകുമ്പോഴൊക്കെ ആളുകൾ എത്തുള്ളൂ. തീർത്ഥം സേവിക്കാം, അതിൻ്റെ കൂടെ അവിടുന്ന് ഭക്ഷണം ഉണ്ടെന്ന് അറിയുമ്പോൾ ചിലപ്പോൾ ഉച്ചയൊക്കെ ആകുമ്പോഴേ ആളുകൾ വരുള്ളൂ. പക്ഷേ ഈ വാരുണീ ദേവിയുടെ അമ്പലത്തിൽ അങ്ങനെയൊന്നുമല്ല. കാലത്ത് തന്നെ നട തുറക്കണതിന് മുമ്പ് ആളുകൾ വരും. ആളുകൾ വന്ന് തീർത്ഥം മേടിക്കും, പോകും. പിന്നെ ചിലപ്പോൾ ശയനപ്രദക്ഷിണം അവിടെ തന്നെ നടത്തുന്ന ആളുകളുണ്ട്, വീട്ടിലേക്ക് പോണ വഴിയിൽ നടത്തുന്ന ആളുകളുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും അവർക്ക് സർവം ആ ഭഗവതിയാണെന്നുള്ള തോന്നൽ, എല്ലാം വിശ്വം മുഴുവൻ ആ ഭഗവതി, പിന്നെ ഒന്നിനെയും പേടിക്കേണ്ട. അപ്പോൾ വസ്ത്രം അഴിഞ്ഞു പോയാൽ കുഴപ്പമില്ല. ഇങ്ങനെ ആളുകളെ കണ്ടാൽ കുഴപ്പമില്ല. നമുക്കൊക്കെ നാമം ജപിക്കുമ്പോഴും തീർത്ഥം സേവിക്കുമ്പോഴൊക്കെ ആളുകൾ കണ്ടാലോ എന്നുള്ള പേടിയുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും ചെയ്യില്ല, ഉറക്ക നാമം ജപിക്കില്ല. ഇവരങ്ങനെയല്ല, ഇവർ നല്ല പാട്ടുകൾ പാടും. ചില ആളുകൾ നൃത്തം വയ്ക്കും. അങ്ങനെ ബഹുരസമാണ് അവരുടെ കാര്യം. ഇങ്ങനെ ഇവരുടെ എണ്ണം കൂടിക്കൂടി വന്നപ്പോൾ അധികാരികൾ എന്തു പറഞ്ഞു? ഇനി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അമ്പലങ്ങളൊന്നും വേണ്ട, ഒക്കെ അടച്ചു പൂട്ടാൻ നിർദ്ദേശം കൊടുത്തു. ചെറിയ അമ്പലങ്ങളൊക്കെ കുറയ്ക്കുക, ഈ തീർത്ഥസേവ കുറച്ച് കൂടുതലായിട്ടുണ്ട്. അങ്ങനെ അടയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ എന്തായി? ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് തീർത്ഥം സേവിക്കാണ്ട് പറ്റില്ല. അങ്ങനെ അത്ര നിർബന്ധമാണ് തീർത്ഥം സേവിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങളെല്ലാവരും വലിയ അമ്പലങ്ങളുണ്ട്, വലിയ കൊടിമരമൊക്കെ ഉള്ള അമ്പലം, അവിടെ പോയി കഴിച്ചോളൂ. അയ്യോ, അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ആ അമ്പലങ്ങളുടെ പ്രത്യേകത, നമ്മൾ അവിടെ ചെന്നാൽ നക്ഷത്രം എണ്ണേണ്ടി വരും അല്ലേ? നക്ഷത്രത്തിനനുസരിച്ച് അവിടുത്തെ തീർത്ഥത്തിന് വില കൂടുതലുണ്ട് എന്നാണ്. അപ്പം അതുകൊണ്ട് അതൊന്നും പറ്റില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? കഴിക്കാണ്ടിരിക്കാനും നിവൃത്തിയില്ല. അപ്പം ചില ആളുകളൊക്കെ സ്വന്തം വീട്ടിൽ തന്നെ അമ്പലം ഉണ്ടാക്കാൻ തുടങ്ങി, അവിടെ തന്നെ തീർത്ഥം ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഈ തീർത്ഥം അവർ കഴിക്കാൻ തുടങ്ങിയപ്പോൾ തീർത്ഥസേവയ്ക്ക് ഒരു കുറവില്ല. പക്ഷേ ഭണ്ഡാരത്തിൽ പൈസ വീഴണില്ല, പ്രശ്നമായി അല്ലേ? ആ ഭണ്ഡാരത്തിലെ പൈസ ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ അമ്പലത്തിൽ വന്ന് തീർത്ഥം സേവിക്കുന്നത്. അതില്ലെങ്കിൽ കാണായിരുന്നു. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു? വീണ്ടും
അമ്പലങ്ങളൊക്കെ തുറക്കാൻ തീരുമാനിച്ചു. അപ്പം ന്യായാധിപന്മാരിടപെട്ടു. അവർ പറഞ്ഞു, അങ്ങനെ അടച്ചുപൂട്ടിയതൊന്നും തുറന്നാൽ പറ്റില്ല, രാജപാതയുടെ വശങ്ങളിലുള്ള അമ്പലങ്ങളൊക്കെ അടച്ചുപൂട്ടണം. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അമ്പലങ്ങളൊക്കെ തുറന്നു. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഈ രാജപാതയുടെ പേരാ മാറ്റാം. അമ്പലത്തിൻ്റെ വശത്തൂടെ പോകുന്ന പാതയുടെ പേര്, ആ പേര് മാറ്റിയാൽ പോരെ? അങ്ങനെ ഒരു സൂത്രം ഉണ്ട്. അങ്ങനെ സൂത്രം പ്രയോഗിച്ചു. അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കണു. നമ്മൾ പറഞ്ഞ കഥ എന്താന്ന് വെച്ചാൽ, വാരുണി മദ്യം സേവിച്ച അസുരന്മാർക്ക് ബോധമില്ലാതെയായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴോ അവർക്ക് 1, 2 2 4 ഒക്കെ തോന്നി. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, ദേ പുതിയ ഒരാൾ വന്നേക്കണു, 4 കൈയോടുകൂടിയാണ് സാക്ഷാൽ ധന്വന്തരി മൂർത്തി നമ്മുടെ തേവര് പ്രത്യക്ഷപ്പെട്ടത്. ശംഖ്, ചക്രം, അമൃതം, അതേപോലെ തൃണജലൂകം, പുല്ലട്ട, ആ ദോഷമായിട്ടുള്ള രക്തത്തെ വലിക്കാൻ അട്ടയും, അതേപോലെ അവർക്ക് അനുഗ്രഹമായി അമൃതകലശവും അതുമായിട്ട് ധന്വന്തരി മൂർത്തി പ്രത്യക്ഷപ്പെട്ടു. 4 കയ്യേ ഉള്ളൂ. അസുരന്മാർക്ക് അത് 8 16 ഒക്കെ തോന്നി. അവർക്ക് തോന്നിയത് ഇതേതോ വിദേശിയാണെന്നാണ്. അന്നേ അവർക്കറിയാം വിദേശത്തുനിന്ന് വന്നതിൻ്റെ കയ്യിലുള്ളതിന് സ്വാദ് കൂടുമെന്ന്. ഇപ്പോഴും അങ്ങനെയാണ്. എന്നിട്ട് ആളുകൾ എന്ത് ചെയ്യും? ഇത് വിദേശമാണ് എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് തന്നെ കലക്കി കൊടുക്കും. ആളുകൾക്ക് കുഴപ്പമൊന്നുമില്ല, വിദേശിയായാൽ മതി എന്നാണ്. നിറം കണ്ടാൽ വലിയ ഇഷ്ടമാണ്. അങ്ങനെ ആ വാരുണീ ദേവിയെ പോലെ തന്നെ ശ്യാമസുന്ദരനായി ഭഗവാൻ വന്നപ്പോൾ ആ സുന്ദരനെ മോഹിച്ചില്ല, മറിച്ച് കയ്യിലുള്ള അമൃതകലശം തട്ടിപ്പറിച്ചും കൊണ്ട് ഓടിപ്പോയി. വിഷണ്ണ മനസോ ദേവ, ദേവന്മാർക്ക് വല്ലാത്ത വിഷമായി. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിങ്ങളൊന്നും വിഷമിക്കേണ്ട. കാരണം എന്താ? ഞാനില്ലേ ഭൃത്യകാമകൃ, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. എന്നിട്ട് ദേവന്മാരിങ്ങനെ വിഷമിച്ച് നിൽക്കുക. അസുരന്മാരും അവിടെ പോയിട്ട് വല്ലാത്ത വിഷമായി. കാരണം എന്താ? ഇതാദ്യം ആര് കഴിക്കണം എന്നുള്ളതിൻ്റെ വിഷമാണ് അവിടെ. പൂർവമഹം പൂർവമഹം നത്വം നത്വം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനാദ്യം, നീയല്ല. അങ്ങനെ അവർ പറഞ്ഞു, എന്നാൽ നമുക്ക് ആരെങ്കിലും കയ്യിൽ കൊടുക്കാം, അവർ വീതിച്ചു തരട്ടെ. പറ്റിയ ആളാരാ ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ നത്വം എന്ന് പറയുന്ന ആള് ഒരു ബ്രഹ്മതത്വത്തെ കണ്ടു. മനസ്സിലായില്ല. ആരെയെ കണ്ടത്? സാക്ഷാൽ ഭഗവതി. ഇങ്ങനൊരു ഭഗവതിയോ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അതിസുന്ദരിയാണല്ലോ. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ വാരുണി കാര്യം കമലലോചനയൊക്കെ ആണെങ്കിൽ പോലും ഇത്ര ഭംഗിയില്ല. ഇത് താമരക്കണ്ണിൻ്റെ ആ നീണ്ടിടംപെട്ട കണ്ണ്, അതേപോലെ തന്നെ. ഇതാരാ? സാക്ഷാൽ ഭഗവാനാണെന്ന് മനസ്സിലായില്ല. ഭഗവാൻ എന്ത് ചെയ്തു എന്നറിയോ? വളരെ വേഗത്തിൽ വേഷമൊന്ന് മാറി. യോഷീദ്രൂപം. ഇങ്ങനെ മദ്യപിച്ച് മതോന്മത്തരായിട്ടിരിക്കുന്നവരുടെ അടുത്ത് ഏറ്റവും നല്ലത് സ്ത്രീയായിട്ട് പോവുകയാണെന്ന് ഭഗവാൻ തീർച്ചപ്പെടുത്തി. മദ്യവും മദിരാക്ഷിയും. എങ്കിൽ താനും അങ്ങനെ ഒന്ന് വേഷം കെട്ടാം. ഭൃത്യകാമകൃ, തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ഏത് വേഷവും കെട്ടാം. ഒരു വിരോധമില്ല ഭഗവാന്. മത്സ്യമായും കൂർമ്മമായും വരാഹമായും നരസിംഹമായും ഒക്കെ അവതരിക്കുന്ന ഭഗവാന് ഒരു സ്ത്രീവേഷം കെട്ടാൻ ഗോപിക്കുറി മാറ്റി വട്ടത്തിലൊരു പൊട്ട്, പീലിത്തിരുമുടി അഴിച്ചു വെച്ചു, മുടി അഴിച്ചു ഇട്ടു. പിന്നെയോ ചേല, നിവീതമായിട്ടിരുന്ന ഉത്തരീയം ചേല പോലെ ഉടുത്തു. പൊന്നും ചിലമ്പോ ഒന്ന് കിലുക്കി. എല്ലാവരും അത്ഭുതത്തോടു കൂടി നോക്കുക. ലക്ഷ്മി പോലും ഇതാരാണ് എന്ന് നോക്കിയ ഭഗവാൻ ആ കണ്ണിലേക്കൊന്ന് കാണിച്ചു കൊടുത്തു. കണ്ണിലേക്ക് നോക്കിയപ്പോൾ കാര്യം മനസ്സിലായി. കാരുണ്യാകുല നേത്രം. അത് ലക്ഷ്മി ഭഗവതിക്ക് മനസ്സിലായി. ഓ, എത്ര സൗന്ദര്യം! സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം. ലക്ഷ്മി ഭഗവതിയും അടിവരയിട്ട് പറഞ്ഞു. ലക്ഷ്മി അതുവരെ വിചാരിച്ചത് തനിക്കാണ് ഏറ്റവും സൗന്ദര്യം എന്നാണ്. തൻ്റെ ആ സൗന്ദര്യമാണ്, കണ്ണാടിയിൽ കാണുന്ന സൗന്ദര്യമാണ് എന്ന് വിചാരിച്ചപ്പോൾ ഭഗവാൻ ഒന്ന് ചിരിച്ചു. ഇത് കണ്ണാടിയല്ല, കണ്ണനാടിയതാണ് എന്ന് മനസ്സിലായി. എങ്കിൽ ശരി, ഞാൻ ഒന്ന് പോയി വരാം എന്ന് പറഞ്ഞ് ലക്ഷ്മി ഭഗവതിയോടും പറഞ്ഞ് അങ്ങോട്ട് വന്നത്. അസുരന്മാർ കണ്ടു. കാത്വം കഞ്ചപലാശാക്ഷി, താമരക്കണ്ണി എന്ന് വിളിച്ചു. അപ്പം നിങ്ങൾക്ക് എൻ്റെ മനസ്സിലായിട്ടില്ല. എങ്കിൽ ഭഗവാൻ അടുത്തേക്ക് ചെന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ ഈ അമൃത് കിട്ടിയിട്ട് എങ്ങനെയാണ് വിഭജിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല. വിഭജസ്വ യഥാന്യായം, ന്യായം അനുസരിച്ചൊന്ന് വിഭജിച്ചു തരുമോ? ഭഗവാൻ പറഞ്ഞു, ഞാൻ ന്യായം അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ആളാണ്. പക്ഷേ
എനിക്കൊരു കുഴപ്പമുണ്ട്, എന്നെ പോലുള്ള ഈ കുലടകളായിട്ടുള്ള സ്ത്രീകളെ നിങ്ങളൊന്നും വിശ്വസിക്കാൻ പാടില്ല. അവർക്ക് കൂടുതൽ വിശ്വാസമായി. ഭഗവാൻ പറഞ്ഞു, ഞാനേ ആര് വിളിച്ചാലും അവരുടെ കൂടെ പോണ ആളാ. അത് ഭഗവാന്റെ കാര്യത്തിൽ സത്യമാണ്. എവിടെ വിളി പൊങ്ങുന്നിതവിടെ ഭഗവാൻ വരും. അതാ ഭഗവാൻ പറഞ്ഞത്. പാവം അസുരന്മാർക്ക് അത് മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നിങ്ങൾ ക്ഷമിക്കുമോ? മുൻകൂർ ജാമ്യം എടുത്തു ഭഗവാൻ. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് നീ എന്ത് ചെയ്താലും സന്തോഷമാണ്. ആ സൗന്ദര്യത്തിൽ അങ്ങോട്ട് മതി മറന്നുപോയി. അങ്ങനെ അസുരന്മാരിത് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്നാൽ ഞാൻ പറയണത് കേൾക്കണം എല്ലാവരും. എല്ലാവരും കേൾക്കുമോ? എല്ലാവരും കേൾക്കാം. കുറച്ച് ദേവന്മാർക്കും കൊടുക്കട്ടെ. ഇപ്പം പറ്റില്ല പറഞ്ഞാൽ ബുദ്ധിമുട്ടായി. അപ്പോൾ പറഞ്ഞു, ഓ ആയിക്കോട്ടെ, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഇന്ന് ഉപവാസം, ഒന്നും കഴിക്കരുത്. ഭഗവാൻ അന്ന് പറഞ്ഞുവെങ്കിലും സത്യത്തിൽ അവർ ആ ദേവന്മാരും അസുരന്മാരും ഒക്കെ ഉപവസിച്ചു. എങ്ങനെ? ഭഗവാനോട് ചേർന്നിരുന്നു. അതാണ് ഉപവാസം. നമ്മൾ ഉപവാസം എന്ന് വിചാരിച്ചത് ഭക്ഷണമായിട്ട് മാത്രം ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ജീവിതം മുഴുവൻ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടതായി മാറി, അല്ലേ? അപ്പോൾ ഭക്ഷണം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, അത് വേറെ വശം. പക്ഷെ ഭക്ഷണത്തിന് വേണ്ടി ജീവിക്കാൻ പാടില്ല എന്ന് പലയിടത്തും പറയുന്നുണ്ട്. ആവശ്യത്തിനേ വേണ്ടൂന്ന്. ഏതായാലും ഇവിടെ അന്ന് ഉപവാസം, പിറ്റേന്ന് 2 പന്തി തിരിച്ചിരുത്തി. അതിൽ ആ ദേവന്മാർക്ക് ഭഗവാൻ അസുരം കൊടുത്തു. അസുരാണാം സുധാദാനം. അസുരന്മാർക്ക് അമൃത് കൊടുക്കുന്നത് ഏതുപോലെയാണ്? അത് സർപ്പങ്ങൾക്ക് പാല് കൊടുക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് അത് വേണ്ട എന്ന് തീർച്ചപ്പെടുത്തി ഭഗവാൻ. എന്നാൽ സ്വർഭാനു എന്ന അസുരൻ ദേവന്മാരുടെ ഇടയിൽ പോയിരുന്നു. അങ്ങനെയുണ്ടല്ലോ ചില ആളുകൾ. അപ്പോൾ അസുരന്മാരുടെ കൂടെ ഇരുന്നാൽ കിട്ടലുണ്ടാവില്ല എന്നൊരു സംശയം. അപ്പോൾ ദേവന്മാരുടെ പക്ഷത്ത് പോയി തൻ്റെ ആ സ്വഭാവം ഒന്നും കാണിക്കാണ്ട് വളരെ ശാന്തനായിട്ട് അവിടെ ഇരുന്നു. ആരുടെ നടുവിലാണ് പോയിരുന്നത്? സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും. വലിയ അപകടമാണ്. വെളിച്ചമുള്ള സ്ഥലത്ത് പോയിരുന്ന ആളുകൾ കാണില്ലേ? അപ്പം ആളുകൾ കാണാതെ, ഇപ്പം സപ്താഹത്തിനൊക്കെ വന്നാൽ ഉറങ്ങാൻ പറ്റിയ സ്ഥലമൊക്കെ നോക്കി ആളുകൾ പോയിരിക്കും. കാരണം ആചാര്യം കാണാൻ പാടില്ല. അപ്പോൾ സൂത്രത്തിൽ അവിടെ ഇപ്പോൾ എവിടെയെങ്കിലും മാറിയിരുന്നാൽ ഒരു കുഴപ്പമില്ല. മുമ്പിൽ ധാരാളം സീറ്റ് ഉണ്ടല്ലോ, ഒന്നും ഇങ്ങോട്ട് വന്നിരുന്നൂടെ? അല്ല, ഇവിടെ ഇരിക്കുകയാണ് സുഖം. കാരണം എന്താണെന്ന് വെച്ചാൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ സ്വർഭാനു ഇങ്ങനെ വന്നിരുന്നത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നടുവിൽ. അവർ പെട്ടെന്ന് കണ്ടു. അവർ പ്രകാശിക്കുന്നതാണല്ലോ. അവർ കണ്ടു, ഭഗവാനെ വിവരറിയിച്ചു. ഭഗവാൻ തൻ്റെ ചക്രം കൊണ്ട് അവൻ്റെ കഴുത്ത് മുറിച്ചു. അവൻ്റെ കഴുത്ത് മാത്രം മരണമില്ലാതെ ഒരു ഗ്രഹമായി മാറി. അത് രാഹു എന്ന ഗ്രഹമായി മാറി എന്നാണ്. പിന്നീട് അതിഗംഭീരായിട്ടുള്ള യുദ്ധം ഉണ്ടായി. ദേവന്മാർക്ക് അമൃത് കിട്ടിയതോടുകൂടി അവർക്ക് യുദ്ധത്തിൽ വിജയം. അവർക്ക് ഈ പാലാഴിയിൽ നിന്നുണ്ടായ അമൃതല്ല, അതിനേക്കാൾ ഉപരിയായി പാലാഴിനാഥനായ ഭഗവാന്റെ അനുഗ്രഹത്തിൻ്റെ അമൃത് അവർക്ക് കിട്ടി എന്നാണ്. അതുകൊണ്ട് അവർക്ക് വിജയമുണ്ടായി. എന്തിന്? ദേവേന്ദ്രന്റെ ആയുധപ്രയോഗത്തിൽ സാക്ഷാൽ ബലിക്ക് മരണം തന്നെ സംഭവിച്ചു. നാരദ മഹർഷി ഭഗവാന്റെ നിർദ്ദേശം ഇവിടെ വന്ന് പറഞ്ഞു, ഭവദ്ഭിരമൃതം പ്രാപ്തം നാരായണ ഭുജാശ്രയി. അത് ഓർമ്മിച്ചോളൂ. നാരായണന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് അമൃത് കിട്ടിയില്ലേ? ദേവേന്ദ്രൻ പറഞ്ഞു, കിട്ടി. പിന്നെ എന്തിനാ ഇനി ഇങ്ങനെ ഈ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്? എല്ലാവരും ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറുക. ഭഗവാന്റെ സങ്കല്പമാണ് സംയമന്യു സംരംഭം മാനയന്തോ മുനേർവച. നാരദന്റെ വാക്കുകളെ മാനിച്ച് നാഗലോകാധിപനായിരിക്കുന്ന ദേവേന്ദ്രൻ സ്വർഗത്തിലേക്ക് തിരിച്ചുപോയി. പരാജിതോപി, തോറ്റു എങ്കിലും ബലി അതിൽ ഒട്ടും തന്നെ വിഷമിച്ചില്ല. വിഷമിക്കാൻ ബലിക്ക് ജീവനുണ്ടെങ്കിലല്ലേ വിഷമിക്കാൻ പറ്റുള്ളൂ. ദേവേന്ദ്രന്റെ ആയുധപ്രയോഗത്തിൽ മരിച്ചു വീണില്ലേ? അതാ പറഞ്ഞത്, മരിച്ചു വീണുവെങ്കിലും ഉശനാ ജീവയാമാസ. ആരായി ഉശനാമുനി എന്ന് പറഞ്ഞാൽ? സാക്ഷാൽ ശുക്രാചാര്യൻ. ശുക്രാചാര്യര് ആ അസ്താചലത്തിൽ വെച്ച് മൃതസഞ്ജീവിനി, സഞ്ജീവിന്യാ സ്വവിദ്യയാ, തൻ്റെ വിദ്യയായ മൃതസഞ്ജീവിനി കൊണ്ട് ബലിയെ ജീവിപ്പിച്ചു. അങ്ങനെ ബലി ജീവൻ തിരിച്ചു കിട്ടി. ഗുരുനാഥനിൽ അനന്യമായ ഭക്തിയുള്ളവനായിട്ട് തീർന്നു. ഗുരോരനുഗ്രഹേണ ഇവ പുമാൻ പൂർണ്ണ പ്രശാന്തൈ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ആ ബലി വിശ്വജിത്ത് എന്നൊരു യാഗം നടത്തി. ആ യാഗം അവിടെ നടക്കുന്നതിനിടയിലാണ് ഇവിടെ
ശങ്കരമോഹനം എന്ന മനോഹരമായിട്ടുള്ള മറ്റൊരു ലീല ശ്രീ ശിവബ്രഹ്മർഷി പറഞ്ഞത്. അവിടെ ബലിയുടെ കഥ പറയുന്നതിന് മുമ്പേ സാക്ഷാൽ മഹാദേവൻ പോലും മോഹിച്ച ഭഗവാന്റെ മോഹിനി രൂപത്തെക്കുറിച്ച് പറഞ്ഞു. കാമാരിയാണ്, കാമനെ തോൽപ്പിച്ച ആളാണ് അവിടെ ആ സാക്ഷാൽ മഹാദേവൻ. കാലാരിയാണ്, കാലനെയും തോൽപ്പിച്ച ആളാണ്. പക്ഷേ കാലസ്വരൂപനായിരിക്കുന്ന ഭഗവാന്റെ സ്വരൂപം കണ്ട് അദ്ദേഹത്തിലും കാമമുണർന്നു എന്നാണ്. കാമാരിയിൽ പോലും കാമമുണർത്താൻ കഴിയുന്നവനാണ് കാർമേഘവർണ്ണനായ വൈകുണ്ഠനാഥൻ. പൊന്നിൻചിലമ്പൂ കിലുക്കി ഭഗവാൻ അത്രേ ചെയ്തുള്ളൂ. വൈകുണ്ഠത്തിലേക്ക് മോഹിനി രൂപം കാണാനെത്തിയ സാക്ഷാൽ മഹാദേവന്റെ അടുത്ത് നിന്ന് ഭഗവാൻ അപ്രത്യക്ഷനായിട്ട് ആ പൂന്തോട്ടത്തിൽ പൊന്നിൻ ചിലമ്പ് ഒന്നിങ്ങനെ കിലുക്കി. അങ്ങനെ ആ പൊന്നിൻ ചിലമ്പ് കിലുങ്ങിയപ്പോൾ മഹാദേവന് തോന്നി എന്നെ വിളിക്കണുണ്ട് എന്ന് തോന്നി. പാർവതിക്ക് മനസ്സിലായി പദഭജനം ശ്രേയ ഇത്യാലബന്ധം. പാർവതി മിണ്ടാതിരുന്നു. മഹാദേവനോ പാർവതിയെ പോലും മറന്ന് പിന്നാലോടി അവിടെ ഭഗവാന്റെ അടുത്തേക്ക് ഇങ്ങനെ എത്താൻ പുറപ്പെട്ടു. ഒരു സുന്ദരിയാണ്, എന്തൊരു സൗന്ദര്യമാണ്. പാർവതിക്കൊന്നും സൗന്ദര്യമില്ല എന്ന് തോന്നി മഹാദേവന്. എന്നിട്ടോ പിന്നാലെ ഓടൽ മാത്രമോ അവിടെ ആ ഭഗവാനെ, ആ സുന്ദരിയെ കെട്ടിപ്പിടിക്കാൻ മോഹിച്ചു. കരിണീയഥ, പിടിയാനയും ആ കൊമ്പനാനയും പോലെ പിന്നാലെങ്ങനെ ഓടുക. ഇതിനിടയിൽ വായുദേവൻ ഒരു സൂത്രം കൂടി കാണിച്ചു. വായുപുരാധീശനായിരിക്കുന്ന വൈകുണ്ഠനാഥന്റെ ആ മേൽമുണ്ട് ഉത്തരീയം അതങ്ങോട്ട് പറപ്പിച്ചു. കുറച്ചുകൂടി ആഗ്രഹം വന്നു മഹാദേവന്. പിന്നാലോടാൻ തുടങ്ങി. കിട്ടില്ല. ഭഗവാൻ മുമ്പിലിങ്ങനെ ഓടുകയാണ്. എന്നെ കിട്ടണമെങ്കിൽ കുറേ ഓടിയാലേ കിട്ടുള്ളൂ എന്ന് കാണിക്കുകയാണ്. അത് മഹാദേവനാണെങ്കിൽ പോലും അങ്ങനെ. ബ്രഹ്മാവ് എന്നെ മോഹിച്ച് ഒരു ഓട്ടം ഓടി താമരയുടെ തണ്ടിൻ്റെ ഉള്ളിൽ കൂടെ ഓടി മനസ്സിലായി കിട്ടില്ല. എന്നിട്ട് തപസ് ചെയ്തു, അപ്പം കിട്ടി. അതേപോലെ അങ്ങയിലും ആ മോഹം ഞാൻ ഉണ്ടാക്കുന്നതാണ്. ആ മോഹമില്ലാതെയാവണമെങ്കിലും എൻ്റെ അനുഗ്രഹം വേണം. കുറേ ഓടിക്കഴിഞ്ഞപ്പോൾ വിചാരിച്ചു എങ്കിൽ ആ ഭഗവാൻ വിചാരിച്ചു മഹാദേവന് വശംവദനാവാം എന്ന് തീർച്ചപ്പെടുത്തിയതോടുകൂടി കേശബന്ധ ഉപാനീയ ബാഹുഭ്യാം പരിഷസ്വചേ, തലമുടിയിൽ പിടിച്ച് തന്നിലേക്ക് ഇങ്ങോട്ട് വലിച്ചു, ചേർത്തിങ്ങനെ പിടിച്ചു. മഹാദേവന്റെ രേതസ് സ്ഖലിച്ചു. അത് സ്വർണഖനികളും വെള്ളിഖനികളുമായി മാറി. എത്ര ആപതന്മഹ്യാം രേതസ്തസ്യ മഹാത്മന താനി രൂപ്യസ്യ ഹേംനശ്ച ക്ഷേത്രാണ്യാസൻ മഹീപതേ. രാജാവേ, നമ്മളൊക്കെ ഹരിഹര സംഗമത്തിൽ ഹരിഹരപുത്രനുണ്ടായി എന്ന് പറയാറുണ്ടെങ്കിലും ഭാഗവതത്തിൽ അങ്ങനെ ഒരു കാര്യം സൂചിപ്പിക്കണില്ല. ഏതായാലും മഹാദേവന് ആ മോഹാലസ്യത്തിൽ നിന്ന് ഉണരാൻ സാധിച്ചു. പിന്നീട് ഭഗവാനെ നമസ്കരിച്ച് ഉമയുടെ അടുത്ത് മഹാദേവൻ ആ ഭഗവാന്റെ മാഹാത്മ്യത്തെ വർണ്ണിച്ചു. പിന്നീടാണ് വാമനമൂർത്തിയുടെ അവതാര രംഗം. അതിന് 9 ഭക്തിയുടെ 9 തലങ്ങൾ ഭാഗവതം പ്രഹ്ലാദനിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ പ്രഹ്ലാദന്റെ പൗത്രനായ, പ്രഹ്ലാദന്റെ പുത്രൻ വിരോചനന്റെ പുത്രനായ മഹാബലി. അപ്പൊ മഹാബലിയുടെ കഥ പറയുമ്പോൾ ഈ നവധാഭക്തിയിലൂടെ പറഞ്ഞാലോ എന്ന് തോന്നിയിട്ടുണ്ടാവാം ഒരു പക്ഷേ ശ്രീ ശിവബ്രഹ്മർഷിക്ക്. അങ്ങനെ ആദ്യം ശ്രവണമാണ്. ശ്രവണത്തിലൂടെ അതിഥി എന്ന ദേവമാതാവ് കേട്ടത് ബലിയുടെ ദിഗ്വിജയത്തെക്കുറിച്ചാണ്. വിശ്വജിത്ത് എന്ന യാഗം നടത്തി ഗുരുനാഥന്റെയും മുത്തച്ഛന്റെയും അനുഗ്രഹത്തോടുകൂടി ആ അമ്പൊടുങ്ങാത്ത ആവനാഴിയും കവചവും രഥവും ശംഖവും അതേപോലെ തന്നെ വാടാമാലയും അണിഞ്ഞ് ബലി എവിടെ എത്തുന്നു അവിടെയൊക്കെ വിജയം. ദേവന്മാർ പേടിച്ചോടി. അവരിപ്പോൾ വേഷം മാറി ജീവിക്കുകയാണ് എന്നറിഞ്ഞു. ശ്രവണമുണ്ടായി അതിഥിക്ക്. ആ ശ്രവണം അതിഥി ഭഗവൽ കീർത്തനത്തിന് കാരണമാക്കി. അതിഥി തൻ്റെ ഭർത്താവായ കശ്യപനോട് പറഞ്ഞു, എങ്ങനെയാണ് നമ്മുടെ മക്കൾക്ക് ആ സ്വർഗലോകം തിരിച്ചു കിട്ടുക? കശ്യപൻ പറഞ്ഞു, കാര്യം ശരിയാണ്. ബലിയാണ് ഇപ്പം അസുരന്മാരുടെ ചക്രവർത്തി. ബലിയെ തോൽപ്പിക്കാൻ ഇപ്പോൾ ആർക്കും സാധിക്കില്ല. പക്ഷേ ഭഗവാനെ ആശ്രയിച്ചാൽ നമുക്ക് ശാന്തി ലഭിക്കും. അതിന്
പയോവ്രതം എന്നൊരു വ്രതം ഞാൻ ഉപദേശിച്ചു തരാം. ആ പയോവ്രതത്തിലൂടെ ഭഗവാനെ കീർത്തനം ചെയ്തോളൂ. അത് കേട്ടപ്പോൾ ആ അതിഥിക്ക് തോന്നി, എങ്കിൽ ശരി, 12 ദിവസം നീണ്ടു നിൽക്കുന്ന പയോവ്രതം അനുഷ്ഠിക്കാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ ശ്രവണവും കീർത്തനവും സ്മരണത്തിന് കാരണമായി. ആരെ സ്മരിച്ചു? സാക്ഷാൽ ഭഗവാനെ. എന്തുകൊണ്ടാണ് ഭഗവാനെ സ്മരിക്കാൻ സാധിച്ചത്? ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു അതിഥിയുടെ മുമ്പിൽ. 12 ദിവസത്തെ ഭജനം കഴിഞ്ഞ് 13ാമത്തെ ദിവസം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ദേവമാതാവേ, അമ്മയുടെ ആഗ്രഹം എനിക്ക് മനസ്സിലായി. അപ്പൊ എന്തു ചെയ്യാം? ദേവി എന്നെ പ്രതീക്ഷിച്ചിരുന്നോളൂ, ഇപ്പൊ ബലിയെ തോൽപ്പിക്കാൻ എനിക്ക് പോലും ആവില്ല. എപ്പോഴാണോ ബലിയെ ഗുരു ശപിക്കുന്നത്, ആ സമയത്ത് നമുക്ക് ബലിയെ തോൽപ്പിക്കാം. അതുവരെ കാത്തിരുന്നോളൂ, അതുവരെ എന്നെ സ്മരിച്ചോളൂ. സ്മരണയ്ക്ക് കാരണമായി 3ാമത്തെ അധ്യായം ആ ഭഗവത് സ്മരണയെക്കുറിച്ച് പറയും. അങ്ങനെ ഭഗവാനെ സ്മരിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ സ്മരണ മനസ്സിലാക്കി അവിടേക്ക് വരികയാണ് ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കാൻ. ഗർഭഗത വിഷ്ണുവിനെ സ്തുതിച്ചു. കാരണം എന്താ? നരസിംഹാവതാരത്തിന് ശേഷം ബ്രഹ്മാവ് നേരിട്ട് പോയി സ്തുതിക്കൽ പതിവില്ല. ആദ്യം സ്തുതിക്കുക, അത് കഴിഞ്ഞ് അവതാരം. ഈ അട്ടഹാസമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോയി വീണ്ടും സ്തുതിക്കാം. അതാണ് ഏർപ്പാട്. ഏതായാലും ഇവിടെ സ്തുതിയൊക്കെ കഴിഞ്ഞു. അത് ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവയ്ക്ക് കാരണമായി. ആരൊക്കെ ഭഗവാന്റെ പാദസേവ ചെയ്തു? കശ്യപൻ, അതിഥി, ഋഷീശ്വരന്മാര്, ദേവന്മാര്, ബ്രഹ്മാവ്, മഹാദേവൻ. എന്തിന്? മഹാബലി കൂടി ഭഗവാന്റെ പാദസേവ ചെയ്തു. അതിഥി കശ്യപന്മാരുടെ മുമ്പിൽ ശംഖചക്ര ഗദാപത്മങ്ങളോടുകൂടി അവതരിച്ച ഭഗവാൻ യഥാ നട, ഒരു നടൻ എന്നതുപോലെ വേഷം മാറിയപ്പോൾ ആ ഉണ്ണിയുടെ ഉപനയനം നടത്താനുള്ള തിരക്കിലായി എല്ലാവരും. കശ്യപനെ മുൻനിർത്തി സാക്ഷാൽ ആ ബൃഹസ്പതിയുടെ നേതൃത്വത്തിൽ ബ്രഹ്മസൂത്രം പൂണൂലിടൽ കഴിഞ്ഞു. സാവിത്രി ആ ഗായത്രി മന്ത്രം ഉപദേശിച്ചത് സാക്ഷാൽ സൂര്യദേവൻ തന്നെ. അങ്ങനെ ഭഗവാന്റെ ദിവ്യമായ ആ ഉപനയനം കഴിഞ്ഞുള്ള ഉണ്ണി, ഓപനിച്ചുണ്ണിയായിട്ട് ഭഗവാൻ അങ്ങനെ നിന്നു. ആ കൃഷ്ണാജിനം, മേഖല, കൗപീനം, ശിഖ, അതേപോലെ കരിപ്പൊട്ട് ഒക്കെ ധരിച്ചും കൊണ്ട് ഭഗവാൻ അവിടെ നിൽക്കുന്നു. ആകാശദേവത ഛത്രം കൊടുത്തു, കുട കൊടുത്തു, സോമൻ ദണ്ഡു കൊടുത്തു, അതേപോലെ തന്നെ ഭിക്ഷാപാത്രം കുബേരൻ കൊടുത്തു, പാർവതി ഭിക്ഷ കൊടുത്തു. എല്ലാവരും ഭഗവാന്റെ പാദസേവ ചെയ്തു. ഭഗവാൻ അവിടെ സാക്ഷാൽ ഭൃഗുകച്ഛം എന്ന നർമ്മദാ നദിയുടെ തീരത്തേക്ക് ഭഗവാൻ എത്തിച്ചേർന്നു. അവിടെ ബലി യാഗം നടത്തുന്നു. ബലി ഭഗവാന്റെ കാല് കഴുകിച്ചു, പാദസേവ ചെയ്തു. ഇനി സാധാരണ അർച്ചനകളൊക്കെ ഭഗവാനെ അർച്ചിക്കുകയാണ് പതിവ്. ഇവിടെ ഭഗവാനാണ് ബലിയെ അർച്ചിച്ചത്. അത് പൂവ് കൊണ്ടല്ല, അക്ഷരങ്ങളെ കൊണ്ട്. ബലിയുടെ ഉള്ളിലുള്ള അഹങ്കാരത്തെ തൊട്ടുണർത്താൻ പാകത്തിന് ബലിയെക്കുറിച്ചും ബലിയുടെ അച്ഛനെക്കുറിച്ചും മുത്തച്ഛനായ പ്രഹ്ലാദനെക്കുറിച്ചും മുതുമുത്തച്ഛനായ ഹിരണ്യകശിപുവിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഹിരണ്യകശിപുവിൻ്റെ നാസാദ്വാരത്തിലൂടെ വിഷ്ണു കയറിപ്പോയ കഥ പറഞ്ഞപ്പോൾ അപ്പോഴാണ് ശുക്രാചാര്യർക്ക് ഈ വന്ന ആളെ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കാൻ തോന്നിയത്. കാരണം ബലിയെല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞു ഇരിക്കുകയാണ്. ഈ വന്നത് ആരാണ് നോക്കിയപ്പോൾ മനസ്സിലായി, ആ ശംഖുചക്ര ഗദാപത്മങ്ങൾ ധരിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാൻ തന്നെ ദേവന്മാരുടെ കാര്യസാധ്യത്തിന് വന്നേക്കുന്നതാണ്. എന്തും കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ 3 അടി മണ്ണ് മതി എന്ന് പറഞ്ഞു. അത് കൊടുക്കാമെന്ന് ബലി ഉറപ്പിക്കുകയും ചെയ്തു. പക്ഷേ ബലി ഒന്നുകൂടി പറഞ്ഞു, ഉള്ളിൽ അഹങ്കാരം കൊണ്ട്. മുതുമുത്തച്ഛൻ പറഞ്ഞതുപോലെ മദന്യോ ജഗദീശ്വര, ഞാനല്ലാതൊരു ജഗദീശ്വരനോ, അല്ലെങ്കിൽ ഞാനാണ് ജഗദീശ്വരൻ എന്നുള്ള രീതിയിൽ കേവലം ബാലിശമായി 3 അടി മണ്ണ് ചോദിക്കരുത്, ഞാൻ എന്തും തരാൻ തയ്യാറുള്ള ആളാണ്. ഭഗവാൻ പറഞ്ഞു, എന്തും തരാമെന്ന് പറയുന്ന ആളുടെ അടുത്ത് എന്തും ചോദിക്കുന്നത് ശരിയല്ല, എനിക്ക് 3 അടി മണ്ണ് മതി എന്ന് ഉറപ്പിച്ചപ്പോഴാണ് ശുക്രാചാര്യർ കാര്യം പറഞ്ഞു. വിഷ്ണുവാണ് എന്ന് പറഞ്ഞു, അതുകൊണ്ട് കൊടുക്കാമെന്ന് കൊടുക്കരുത് എന്ന് പറഞ്ഞു. ഗുരുനാഥൻ്റെ വാക്കുകൾ ബലി കേട്ടില്ല. ഗുരുനാഥന് ദേഷ്യം വന്നു, നിന്റെ ഐശ്വര്യം മുഴുവൻ നശിക്കട്ടെ, ശാപവും കഴിഞ്ഞു. ഭഗവാൻ അതുവരെ കാത്തുനിന്നു. പാദസേവയും അർച്ചനവും കഴിഞ്ഞു. ഭഗവാന് ബലി 3 അടി മണ്ണ് ദാനം ചെയ്തു.
ഭഗവാന്റെ പാദങ്ങളിൽ വീണ് വന്ദിച്ചു. വന്ദനം. ഇതാണ് ബലിയെ മഹാബലിയാക്കി മാറ്റിയത്. എല്ലാം നഷ്ടപ്പെടുമെന്നറിഞ്ഞിട്ടും ഇവിടെ വന്നിരിക്കുന്നത് സാക്ഷാൽ ശ്രീഹരിയാണെങ്കിൽ ആ ഭഗവാന് സമർപ്പിക്കുന്നതല്ലേ ഗുരുനാഥ നമ്മുടെ ഭക്തി. നമ്മൾ എന്തിനായി യാഗം നടത്തണത്? ഭഗവാന് സമർപ്പണം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? ഈ നശിക്കുന്ന നശ്വരമായ ഈ അധികാരത്തിന് വേണ്ടിയാണോ എന്ന് ഗുരുനാഥനോട് തിരിച്ചു ചോദിച്ചു ബലി. ഭക്തിയുടെ ഭാവത്തിലാണെങ്കിലും തിരിച്ചു ചോദിച്ചപ്പോൾ ഉള്ളിൽ സന്തോഷിച്ചുവെങ്കിലും ശുക്രാചാര്യർക്ക് ഇഷ്ടമായില്ല, ശപിച്ചു. ഏതായാലും ബലി മാത്രമല്ല, ആ ഭഗവാന്റെ വാമനരൂപത്തെയും ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ആ ത്രിവിക്രമ രൂപത്തെയും വന്ദിച്ചത്. ലോകം മുഴുവൻ ഭഗവാനെ വന്ദിച്ചു. അങ്ങനെ എല്ലാവരും വന്ദിച്ചപ്പോൾ ഈ ബലിയെ ഭഗവാൻ ദാസ്യഭാവത്തിലേക്ക് കൊണ്ടുവന്നു. അതാണ് വരുണപാശം കൊണ്ട് ബന്ധിച്ച്, ആ നാഗപാശം കൊണ്ട് ബന്ധിച്ച് ബലിയെ പൂട്ടിയിട്ടു. സാക്ഷാൽ ഗരുഡൻ ഭഗവാൻ 2 അടി കൊണ്ട് 14 ലോകങ്ങൾ അളന്നെടുത്തു. ബലിയോട് ചോദിച്ചു, തൻ്റെ ദാസഭാവത്തിൽ നിൽക്കുന്ന ബലിയോട് ചോദിച്ചു, 3-ാമത്തെ അടി ഞാൻ എവിടെ വെക്കണം? ബലി പറഞ്ഞു, പദം തൃതീയം കുരു ശീഷ്ണിമേ നിജം. എൻ്റെ ശിരസിൽ വെക്കണം. എൻ്റെ അഹങ്കാരത്തിൻ്റെ തലപ്പൊക്കത്തിനേറ്റ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ അതിനെ കരുതും. എന്നെ അസത്യവാദിയാക്കരുത്. അങ്ങയ്ക്ക് 3 അടി അളക്കാൻ എൻ്റെ കയ്യിൽ ഇനി 1 അടി വെക്കാനുണ്ടെങ്കിൽ അത് എൻ്റെ ഈ അഹങ്കാരത്തിൻ്റെ ഈ തല മാത്രമാണ്. ഈ തല ഉത്തമാംഗമായി മാറാൻ ഉത്തമ ശ്ലോകനായിരിക്കുന്ന അവിടുത്തെ ആ അനുഗ്രഹം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. പദം തൃതീയം കുരുശേഷ്ണിമേ നിജം. ദാസ്യഭാവത്തിൽ അവിടെ ആ ബന്ധനത്തിലായിരുന്ന ബലിയെ ഭഗവാൻ, ഭക്തബന്ധുവായ ഭഗവാൻ തൻ്റെ സഖ്യഭാവത്തിലേക്ക് ഉയർത്തി. ലോകത്തിനോട് പറഞ്ഞു, ഈ ബലി മഹാബലിയാണ്. അജയ്ഷീത് അജയാമായാം. ആർക്കും ജയിക്കാൻ കഴിയാത്ത മായയെ ജയിച്ചിരിക്കുന്നു. ഇദ്ദേഹം എനിക്ക് തുല്യനാണ്. ഞാൻ മായാതീതനാണ്, ബലിയും മായാതീതനാണ്. അതുകൊണ്ട് സഖ്യഭാവത്തിൽ തന്നോടൊപ്പം പറഞ്ഞു. ഇത് മാത്രമല്ല, ദേവേന്ദ്രന് സ്വർഗലോകം കൊടുക്കുമ്പോൾ ആ ദേവന്മാർക്ക് പോലും കിട്ടാത്ത ഏറ്റവും വിശേഷമായ ദുഷ്പ്രാപം അമരൈരവി സുതലം എന്നുള്ള ലോകം ഞാൻ ബലിക്ക് കൊടുക്കുക. ദേവേന്ദ്രന് സ്വർഗം കൊടുക്കും, ബലിക്ക് സുതലം കൊടുക്കും. എന്നാൽ ദേവേന്ദ്രന് കൊടുക്കാത്ത ഒന്ന് ഞാൻ ബലിക്ക് കൊടുക്കുന്നുണ്ട്. അതെന്താ? എൻ്റെ പ്രിയപ്പെട്ട പ്രഹ്ലാദൻ്റെ പൗത്രൻ എന്നുള്ളത് മാത്രമല്ല, എന്നെ തൻ്റെ പ്രവൃത്തി കൊണ്ട് വിജയിക്കാൻ സാധിച്ചു ബലിക്ക്. എല്ലാം എനിക്ക് സമർപ്പിച്ചു. അപ്പോൾ പിന്നെ എല്ലാം എനിക്ക് സമർപ്പിച്ച ഒരാളെ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയല്ലേ? ദേവേന്ദ്രൻ ആ നിലയിലേക്കൊന്നും എത്തിയിട്ടില്ല. എല്ലാം ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അയാളെ വെറുതെ അങ്ങോട്ട് വിടണത് ഒരു മാന്യതയല്ല. ഭഗവാൻ അവിടെ പറഞ്ഞു, എങ്കിൽ ഞാനിതാ ഈ ബലിയെ ഇന്നു മുതൽ ഇദ്ദേഹത്തിൻ്റെ സർവ സംരക്ഷണവും ഞാൻ ഏറ്റെടുത്തു. ഈ ഗോപുരത്തിൻ്റെ കാവൽക്കാരനായി, സുതലത്തിൻ്റെ ഗോപുരത്തിന് കാവൽക്കാരനായി ഞാനുണ്ടാവും. ഇത് എൻ്റെ ഉറപ്പാണ് എന്നാണ് അല്ലേ? ഭഗവാന്റെ ഗ്യാരണ്ടിയാണത്. ഇപ്പൊ ഗ്യാരണ്ടിയുടെ കാലമാണ് അല്ലേ? പല ആളുകളും ഗ്യാരണ്ടിയൊക്കെ തരുന്നുണ്ട് നമുക്ക്. അപ്പൊ ഭഗവാന്റെ ഉറപ്പ് അന്നും ഇന്നും എന്നും അത് നമുക്കിതാ വളരെ കൃത്യമായിട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ബലിയോട് പറഞ്ഞു, സുതലത്തിലേക്ക് പൊക്കോളൂ. പ്രഹ്ലാദനെ അനുഗ്രഹിച്ചു. പ്രഹ്ലാദൻ പറഞ്ഞു, എൻ്റെ ശിരസിൽ അവിടുന്ന് തൃക്കൈ വെച്ച് അനുഗ്രഹിച്ചു. എൻ്റെ ഈ ചെറുമകൻ്റെ, ഈ പേരക്കുട്ടിയുടെ ശിരസിൽ അവിടുന്ന് ആ പെരുമയുള്ള തൃക്കാല് വെച്ച് അനുഗ്രഹിച്ചില്ലേ? പാദാരവിന്ദ ഭവ സിന്ധുബോധം. വലിയ സന്തോഷമായി ഭഗവാന്. എന്നാൽ എന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നോളൂ കേട്ടോ എന്ന് പറഞ്ഞ് ഭഗവാൻ അനുഗ്രഹിച്ചു. അങ്ങനെ ആത്മസമർപ്പണം ചെയ്ത, ആത്മനിവേദനം നടത്തിയ ബലിയുടെ കഥ ആ 9-ാമത്തെ അധ്യായത്തിൽ അവിടെ സമർപ്പിക്കുക. ഈ ബലിയാണ് നമ്മൾ മലയാളികളൊക്കെ കൂടി മാവേലിയാക്കി വാമനൻ ചതിച്ച് പാതാളത്തിലേക്ക് താഴ്ത്തി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണത്. തന്നെയുമല്ല, ഈ ബലിയെ മാവേലിയാക്കിയപ്പോൾ ബലി എല്ലാ തരത്തിലുള്ള അംഗസൗഷ്ഠവങ്ങളോടുകൂടിയ 14 ലോകങ്ങളുടെയും ചക്രവർത്തിയായിട്ടുള്ള ബലിയെ നമ്മുടെ ഈ കേരളം എന്ന സാധാരണ തമാശയായിട്ട് പറയില്ലേ, പാവയ്ക്ക പോലെയുള്ള ഒരു സ്ഥലത്തിൻ്റെ രാജാവാക്കിയിട്ട്
ഈ വാമനൻ ചവിട്ടി താഴ്ത്തി. അതുകൊണ്ട് വാമന ജയന്തിയല്ല തിരുവോണം എന്നൊക്കെ ഉറക്കുറക്കെ പാടി നടക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത് എന്താ? വാമന ജയന്തി തന്നെയാണ് തിരുവോണം. എന്നാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ വാമനനും മഹാബലിയും ശത്രുക്കളല്ല. വാമനന്റെ ഏറ്റവും പ്രിയപ്പെട്ട, അല്ലെങ്കിൽ വാമനൻ തന്നോളം കാണുന്ന ഭക്തനാണ് മഹാബലി. അത് മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങൾ? സുതലത്തിലേക്ക് പറഞ്ഞയച്ച ബലിയെ നിങ്ങൾ എന്തിനാണ് പിന്നീട് 4 തലങ്ങൾക്കപ്പുറം പാതാളത്തിൽ കൊണ്ടാക്കിയത്, മാവേലിയാക്കിയിട്ട്? എന്നാൽ അതിനേക്കാൾ കഷ്ടം വേറെ ഒന്നുണ്ട്. ഈ മാവേലിയെ വലിയൊരു കൊടവയറിനും കൊമ്പം മീശക്കാരനും ആക്കി കൊണ്ടു നടക്കുക. തമാശക്കാരൻ, നല്ല കൊടവയറുള്ള ആളുകൾക്ക് ഓണക്കാലത്ത് വലിയ ഡിമാൻഡ്. ഞങ്ങളുടെ അവിടേക്ക് ഒന്ന് വരണം, ഒരു മാവേലിയുടെ വേഷം കെട്ടാനാ. കഷ്ടം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് അതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് നമ്മൾ അതിങ്ങനെ പാടി അത് ഗംഭീരമായിട്ട് കൊണ്ടു നടന്നു. ഇനിയെങ്കിലും നമ്മൾ പറയണം, ഭാഗവതം വായിക്കൂ. അഷ്ടമസ്കന്ധത്തിലെ 15 മുതൽ 23 കൂടിയിട്ടുള്ള അധ്യായങ്ങൾ, ഇത് മുഴുവൻ വായിച്ച് മനസ്സിലാക്കാൻ പറ്റണില്ലെങ്കിൽ പട്ടേരിപ്പാട് 2 ദശകങ്ങളിലൂടെ 20 ശ്ലോകങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതെങ്കിലും വായിക്കൂ. അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കൂ. അതുകൊണ്ട് ബലിയും വാമനനും വേറെയല്ല, ഒന്ന് തന്നെയാണ്. ഇനി അതിനും തല്ലുകൂടണ്ട. ഞങ്ങൾ ബലിയുടെ പക്ഷമാണ്. ഞങ്ങൾ എന്നും ചതിക്കപ്പെട്ടവന്റെ കൂടെയാണ്, പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ കൂടെയാണ് എന്നൊന്നും പറയണ്ട. ഒരു പാർശ്വവൽക്കരണവും നടത്തിയിട്ടില്ല, മറിച്ച് ആ മഹത്വവൽക്കരണം നടത്തുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ബലി മഹാബലിയായി മാറിയത് എന്ന് തിരിച്ചറിയൂ എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ വാമനാവതാരം. ആ അതിഥി കശ്യപന്മാരുടെ പുത്രഭാവത്തിൽ വാമനനായി അവതരിച്ച ഭഗവാൻ, വാമനമൂർത്തിയായി അവതരിച്ച ഭഗവാൻ ഈ അതിഥി കശ്യപന്മാര് ദേവകീവസുദേവന്മാരാകുമ്പോൾ അവരുടെ പുത്രഭാവത്തിൽ ആ പാവനമായ കീർത്തി പരത്തിക്കൊണ്ട് ശ്രീകൃഷ്ണനായി അവതരിക്കുന്ന രംഗത്തിലേക്കാണ് നമുക്ക് വൈകുന്നേരം എത്തിച്ചേരേണ്ടത്. വലിയ സന്തോഷത്തോടു കൂടി ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു.